പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ കൊല്ലം സുധിയുടെ മകനായ കിച്ചു കുറച്ച് കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ടല്ലേ. അപ്പോൾ ഞാൻ മുന്നേ കിച്ചുവിൻ്റെയും അതുപോലെ തന്നെ രേണു സുധിയുടെയും റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ വീഡിയോ കണ്ടപ്പോൾ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്താലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അതായത് കിച്ചു കുറച്ച് കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് രേണുവിൻ്റെ റിയാക്ഷനും കണ്ടു, അതുപോലെ തന്നെ കിച്ചുവിൻ്റേതും കണ്ടു, ഒരുപാട് റിയാക്ഷൻ വീഡിയോ യൂട്യൂബിൽ കണ്ടു. എല്ലാം കണ്ടും കേട്ടതിന് ശേഷം എന്തായാലും ഒരു വീഡിയോ ചെയ്തേക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തത്. കാരണം മുന്നേ ഇവരുടെ രണ്ടുപേരെയും വെച്ചിട്ടുള്ള റിയാക്ഷൻ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ചാനൽ കയറി നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് എന്തായാലും കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. കാരണം ഇത് കേട്ടപ്പോൾ രണ്ടാളുടെ ഭാഗത്തും ശരിയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറേ ആൾക്കാർ ഒരാളെ സപ്പോർട്ട് ചെയ്യുന്നു, കുറേ ആൾക്കാർ മറ്റേയാളെ സപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോൾ ഇതിലെന്ന് വെച്ചാൽ രണ്ടുപേരുടെ ഭാഗത്തും ശരിയുണ്ട്. എനിക്കിപ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. കാരണം ഓരോരാൾക്കും തോന്നലുകൾ വ്യത്യസ്തമായിരിക്കുമല്ലോ. നമുക്കെന്തായാലും കിച്ചു പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊന്ന് കേട്ട് നോക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് ഡിസ്കസ് ചെയ്യാം. ബാക്കി പറയാം. ഞാൻ ഒരു കമ്പ്യൂട്ടറൊക്കെ എടുത്ത് ഒരു റൂമിനകത്ത് ഇങ്ങനെ അതിനകത്ത് ഗെയിം കളിച്ച് എൻ്റെ ലൈഫ് മൊത്തം ഒരു ഭയങ്കരമായിട്ട് ഇങ്ങനെ ആവാൻ തന്നൊരു കാരണം അതുമല്ല, അതും വേറെയാ. ഇതൊക്കെയാണ് ഇതിൻ്റെയൊക്കെ ഒരു തുടക്കം. അവിടെ തൊട്ടെന്നാണ് എൻ്റെ ഒരു തുടക്കം. ഒരു റൂമിനകത്ത് ഇങ്ങനെ കമ്പ്യൂട്ടറും കളിച്ച് ഇങ്ങനെ അതിനകത്ത് എന്ന് പറഞ്ഞാൽ വേറെ കണക്ഷൻ ഇല്ല. അച്ഛൻ മാത്രം എൻ്റെ റൂമിൽ വരും, എനിക്ക് ഫുഡ് തരും, പോവും. ഇടയ്ക്ക് ഋതപ്പം വല്ലതും റൂമിൽ വന്നിരിക്കും. ഋതപ്പനെ ഞാൻ പിടിച്ച് മടിയിരുത്തി കീബോർഡിലൊക്കെ ഋതപ്പം കളിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. ഇത് മാത്രമേ ഉള്ളൂ. ഞാൻ ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങത്തില്ല, ആരടുത്തും മിണ്ടത്തില്ല. എന്തോ ഒരു ഇതായി അപ്പം മുതൽ. പിന്നെ കൊറോണ വന്നിട്ട് ഋതപ്പനുണ്ട് കേട്ടോ ആ ടൈമിലൊക്കെ. കൊറോണ വന്ന് അതിനിടയ്ക്ക് അച്ഛൻ ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ട് ഒരു വെബ് സീരീസൊക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ട് അച്ഛൻ കുറേ ആർട്ടിസ്റ്റുകളൊക്കെ വിളിച്ച്. ആ സമയം ലോക്ക്ഡൗൺ ആയി, ആൾക്കാർ അവിടെയും പെട്ടുപോയി. എന്നിട്ട് അതിന് വേണ്ടിയിട്ട് അവിടുത്തെ ഇതൊക്കെ ചിലവൊക്കെ ഇതാക്കാൻ വേണ്ടിയിട്ട് കുറേ കടമൊക്കെ വാങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ട് അച്ഛൻ പിന്നെ നോക്കുന്നതെന്ന് വെച്ചാൽ അതെല്ലാം കഴിഞ്ഞ് അവരെയൊക്കെ നോക്കി. ഈ നോക്കുന്നതിനിടയ്ക്ക് ഈ മൊത്തം എന്ന് പറഞ്ഞാൽ ഞാൻ, അച്ഛൻ, അമ്മ, ഋതപ്പൻ, അമ്മയുടെ ചേച്ചി, അളിയൻ, അതായത് രമ്യ ചേച്ചി, അളിയൻ, അവരുടെ 2 മക്കള്, പപ്പ, അമ്മ, ഇത്രയും പേരുടെ ചിലവ് അച്ഛൻ ഒറ്റയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന. മനസ്സിലായ? അത് ആ ടൈമിൽ ഇങ്ങനെ അച്ഛനാണെങ്കിൽ അച്ഛന് എൻ്റെ ഒരു മെയിൻ സ്വഭാവമാണ് നോ പറയാൻ അറിയത്തില്ല ആരുടെ മുന്നിൽ. അത് ഞങ്ങൾക്ക് 2 പേർക്കും അറിയാം. ഞങ്ങളുടെ കൊള്ളാത്ത സ്വഭാവം അതായിരുന്നു, നോ പറയാൻ അറിയത്തില്ല. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതിൽ കിച്ചുവിൻ്റെ ഒറ്റപ്പെടലിനെ കുറിച്ചാണ് കിച്ചു കൂടുതലായിട്ടും പറഞ്ഞിട്ടുള്ളത്. അതായത് അമ്മ ചെറുപ്പത്തിലേ ഉപേക്ഷിച്ച് പോയി, പിന്നെ അച്ഛൻ ഇങ്ങനെയായി, അച്ഛൻ കഴിച്ച കല്യാണത്തെക്കുറിച്ചും പിന്നീട് രേണുമ്മേനടുക്ക വന്നതും ഒക്കെ. ഇതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊല്ലം സുധി എന്ന് പറയുന്ന ആളും ഇവൻ്റെ അമ്മയും ആണ് ആദ്യം തന്നെ ഈ കുട്ടിയോട് തെറ്റുകൾ കുറേ ചെയ്തിട്ടുള്ളത് അല്ലേ. അവരാണ് ശരിക്കും ഈ കുട്ടിയെ ഇങ്ങനെ ആക്കുന്നതിൽ തുടങ്ങി വെച്ചിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. മരിച്ചു പോയ ആളെ കുറ്റം പറയാൻ പാടില്ല, എങ്കിലും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരെ കൂടുതൽ ദ്രോഹിച്ചിട്ടും കാര്യമില്ലല്ലോ. അപ്പോൾ കിച്ചു പറയുന്നതിൽ നിന്നും വെച്ച് അവൻ പൈസക്ക് വേണ്ടി മാത്രമാണ് അമ്മയെ കോൺടാക്റ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അതായത് രേണു അമ്മേനെ കോൺടാക്റ്റ് ചെയ്യാറുള്ളത്. മോനെ, പൈസക്ക് വേണ്ടി നീ കോൺടാക്റ്റ് ചെയ്യുന്നില്ലേ? അവർ കഷ്ടപ്പെടുന്നത് കൊണ്ടാണല്ലോ. അവർ വീട്ടിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ ഇന്ന് കാണുന്നതൊക്കെ അവർക്ക് ഉണ്ടാവും. അവർ അച്ഛനെ നോക്കണം, അമ്മയെ നോക്കണം. മോൻ തന്നെ പറഞ്ഞു, അളിയനും പിന്നെ അതുപോലെ തന്നെ രേണുവിൻ്റെ ചേച്ചിയൊക്കെ അവിടെ തന്നെയാണ്, എല്ലാവരെയും നോക്കണം. അങ്ങനെയൊക്കെയുള്ള ഒരവസ്ഥ വരുമ്പോൾ രേണു ആണ് ഇപ്പോൾ ആ സ്ഥാനത്ത് നിൽക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ആരെയും സപ്പോർട്ട് ചെയ്ത് പറയുന്നൊന്നുമല്ല, പക്ഷേ നമ്മൾ ഒരു ഭാഗം മാത്രം കേട്ട് നമ്മൾ ഒരാളെ കുറ്റപ്പെടുത്തുമെന്ന് പറയുമ്പോൾ അതൊരു വിഷമം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണല്ലേ. എന്തായാലും കുടുംബം നന്നായി പുലർത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്
രേണു ശ്രമിക്കുന്നുണ്ടെന്നാണ് എനിക്ക് ഇതിൽ തോന്നുന്നത്. പക്ഷേ ഇപ്പോൾ ഇതിൽ കിച്ചു അങ്ങനെ അമ്മയെ കുറ്റം പറഞ്ഞിട്ടുള്ളതായിട്ടൊന്നും എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ തോന്നിയില്ല. കൂടുതലും പറഞ്ഞിട്ടുള്ളത് അളിയനും അതുപോലെ തന്നെ ആ വീട്ടുകാരുമാണ് പിന്നെ 5 സ്റ്റാർ ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചെന്നൊക്കെയാണ് പറയുന്നത്. അതൊന്നും രേണു ചെയ്ത കാര്യങ്ങളൊന്നും അധികം കുറ്റപ്പെടുത്തിയിട്ടൊന്നും കിച്ചു ഇതിൽ രേണുവിനെ കുറ്റപ്പെടുത്തി പറയുന്നതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. അവരെ അമ്മയും മകനും എപ്പോഴായാലും ഒന്നിക്കും അല്ലേ, അവർ ഒരുമിച്ച് തന്നെ അവരുണ്ടാവും. കാരണം അവർ പരസ്പരം ഒന്നും ചെളിവാരി എറിഞ്ഞതായിട്ടോ പരസ്പരം കുറ്റം പറഞ്ഞതായിട്ടോ എനിക്ക് തോന്നുന്നില്ല. പിന്നെ രേണു എന്ന് പറഞ്ഞാൽ 4ാമത്തെ അമ്മയായിട്ടെങ്ങാറ്റാണ് കിച്ചുവിന് മോന് വരുന്നതെന്ന് പറഞ്ഞു, കിച്ചു മോന് വരുന്നത്. പിന്നെ ഇപ്പോൾ അവൻ സുഖമായിട്ട് അവൻ്റെ അച്ഛൻ്റെ വീട്ടിൽ സുഖമായിട്ട് ജീവിക്കുന്നതൊക്കെ നമുക്ക് വീഡിയോസിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അവർ നല്ല ആൾക്കാരാണ്, കൊല്ലത്തുള്ളവർ നല്ല ഫാമിലിയാണ്. അവൻ അവിടെ പോയതിന് ശേഷമാണ് ശരിക്കും ഞാൻ അന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആ ഫാമിലി ഇവൻ്റെ അച്ഛൻ്റെ ആ ഫാമിലി, ആ വലിയച്ഛനും വലിയമ്മയും ആ വീട്ടിലുള്ളവരും അമ്മമ്മയും ഒക്കെ ആയിട്ട് അവർ നല്ല രീതിയിൽ തന്നെയാണ് ഈ കുട്ടീനെ നോക്കുന്നതെന്ന് മനസ്സിലാവുന്നുണ്ട്. കാരണം ഈ മോൻ തന്നെ പറഞ്ഞു, അവൻ പല സാഹചര്യത്തിലും ഒറ്റപ്പെട്ടു പോയി, പല സാഹചര്യത്തിലൂടെയും കടന്നിട്ടാണ് അവൻ ഇന്ന് ഇങ്ങനെ എത്തിയത്. ആരും ഉണ്ടായിരുന്നില്ല. നമുക്കാരും കുറ്റം പറയാനൊന്നും കഴിയില്ല അല്ലേ. കാരണം എന്താണെന്ന് വെച്ചാൽ രേണുവും അതുപോലെ തന്നെ ഭർത്താവ് മരിച്ച വിഷമത്തിലും അങ്ങനെയൊക്കെ ആയിരിക്കാം. 2 മക്കൾ എന്ത് ചെയ്യും, ജീവിക്കണം. അതിന് ഇതുപോലെ തൊഴിൽ ചെയ്ത് അവർക്ക് അറിയുന്ന തൊഴിലല്ലേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ന് സിനിമ ഫീൽഡിലൊക്കെ അല്ലേ ഏതെല്ലാം തരത്തിലുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ ഈ രേണു കുടുംബം പുലർത്തുന്നതിന് വേണ്ടിയാണ് ഓരോ ജോലിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. മോശമൊരർത്ഥത്തിലൊന്നും കാണേണ്ട ആവശ്യമില്ല എന്നാണ് തോന്നുന്നത്. പിന്നെ അവരെ അധികം കുറ്റപ്പെടുത്തി അവരെ മാനസിക സമ്മർദ്ദത്തിലേക്ക് ആഴ്ത്തി അവർ ആത്മഹത്യ ചെയ്യുന്നൊക്കെ പറയുന്ന അവരുടെ മനസ്സിൽ നിന്നും വന്ന വിഷമം തന്നെ ആയിരിക്കില്ലേ. കാരണം മോന് ഒരിക്കലും അമ്മയെ കുറ്റം പറഞ്ഞിട്ടുള്ളതായിട്ടൊന്നും ഇതിൽ കാണുന്നില്ല. അവൻ ഒറ്റപ്പെട്ടു പോയി എന്ന് പറയുന്നുണ്ട്. അത് അവൻ്റെ അമ്മ തൊട്ട് ഇങ്ങോട്ട് അവൻ പറയേണ്ടി വരും. കാരണം ഇപ്പോൾ ഈ ഒരു രേണു വിചാരിച്ചാൽ ഇവനെ അതിൽ നിന്നും കൂടുതൽ രക്ഷിക്കാൻ പറ്റുമോ? രേണുവിനും ചെറിയ പ്രായം തന്നെയല്ലേ. അപ്പോൾ അതൊക്കെ നോക്കിക്കൊണ്ട് വേണം എല്ലാവരെയും കുറ്റപ്പെടുത്തുമ്പോൾ എല്ലാവർക്കും ഒരു മനസ്സുണ്ട് എന്നുള്ളത് ആലോചിച്ചിട്ട് വേണം അല്ലേ. എന്തായാലും കിച്ചുമോനും കിച്ചുമോൻ്റെ അമ്മയും എപ്പോഴും ഒന്നായിട്ട് തന്നെ ഒരുമിച്ച് തന്നെ പോട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ള. മോന് ഉണ്ടായ വിഷമങ്ങൾക്ക് ഇനിയും തന്നെ ഒരു പരിഹാരം ഉണ്ടാവട്ടെ. ഇതുപോലെ നല്ല മനസ്സോടും നല്ല ബോൾഡുമായിട്ട് പോവുക. അതുപോലെ തന്നെ പഠിച്ച് നല്ലൊരു ജോലിയൊക്കെ നേടി നല്ലൊരു കുടുംബമൊക്കെ ആയിട്ട് ജീവിക്കാൻ ശ്രമിക്കുക. അമ്മയെ നോക്കുക, അതുപോലെ തന്നെ ഋതപ്പനെല്ലാം നോക്കി നല്ല രീതിയിൽ ജീവിക്കുക. അല്ലാതെ ഒരു നെഗറ്റീവ് എടുത്തിട്ട് ജീവിതം തന്നെ തകർക്കരുത്. എന്തായാലും ലൈഫ് സ്റ്റോറി പറഞ്ഞല്ലോ, എല്ലാവർക്കും മനസ്സിലായി. മോൻ ഒരുപാട് വിഷമിച്ചു എന്നൊക്കെ മനസ്സിലായി. അതുപോലെ തന്നെ തിരിച്ചാലോചിക്കുക. നമ്മൾ പൈസക്ക് വേണ്ടി മാത്രമുള്ള റിലേഷനൊന്നും ആരുമായിട്ടും വെക്കാതിരിക്കുക. രേണു എന്ന് പറഞ്ഞാൽ അമ്മയുടെ സ്ഥാനത്ത് തന്നെയാണ്. എന്നാലും മോന് വേണ്ടുന്ന ആവശ്യങ്ങൾക്കൊക്കെ പൈസ അയച്ച് തരുന്നില്ലേ, അത് മോൻ ആലോചിക്കുക. അപ്പോൾ ആ ഒരു രീതിയിൽ അമ്മേനെ കാണാൻ ശ്രമിക്കുക. പുറത്തു നിന്നും പറയാനും എരികേറ്റാനൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. പക്ഷെ മോനൊന്ന് ആലോചിച്ച് നോക്കുക, അവരൊക്കെ മോന് വേണ്ടി എന്ത് ചെയ്യും? എല്ലാവരും ഇങ്ങനെ വീഡിയോ ഇട്ട് ഇങ്ങനെ പറയുന്നേ ഉള്ളൂ. എല്ലാവരും ചെയ്യാൻ നമുക്ക് നമ്മുടെ അടുത്തുള്ളവർ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അമ്മയെ സംരക്ഷിക്കുക. അതിൻ്റെ കൊല്ലത്ത് നിന്നെ ഇപ്പോൾ അത്രയും മോനെപ്പോലെ നോക്കുന്ന ആ വീട്ടുകാരെ ഒരിക്കലും വേദനിപ്പിക്കാതിരിക്കുക. അല്ല, അവർക്കൊക്കെ വേണ്ടിയിട്ട് ഇനി നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കുകയാണ് ഇനിയും തന്നെ വേണ്ടത്. കൂട്ടുകാരൊക്കെ ഉള്ളത് നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ ശരിയും തെറ്റും തിരിച്ചറിഞ്ഞിട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഒരു ചേച്ചി എന്നുള്ള നിലയിലോ ഒരു അമ്മയുടെ സ്ഥാനത്തോ എങ്ങനെ കണ്ടാലും ശരി, മോൻ എരുകേറ്റി തുള്ളിക്കാനൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. പക്ഷെ നമുക്കൊരു വിഷമം വരുമ്പോൾ ആരും ഉണ്ടാവില്ല. പൈസക്ക് കൈ നീട്ടാൻ നമുക്ക് നമ്മളോട് അടുത്തവരോട് മാത്രമേ പറ്റുള്ളൂ എന്നുള്ള കാര്യമെല്ലാം മോൻ ആലോചിക്കുക. ആദ്യം തൊട്ടേ മോൻ്റെ അച്ഛനായാലും അതുപോലെ തന്നെ മോൻ്റെ അമ്മയായാലും ബാക്കിയുള്ള അമ്മമാരായാലും എല്ലാവരും മോനോട് തെറ്റ് ചെയ്തിട്ടുണ്ട്. ചെറുപ്രായമല്ലേ, അപ്പോൾ മനസ്സിൽ തെരഞ്ഞിരിക്കുന്ന പലതും നമുക്കൊന്നും പുറത്ത് അധികം ആ സമയത്തൊന്നും പ്രകടിപ്പിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ രേണുവിൻ്റെ വീട്ടുകാരായാലും അവർക്ക് അവരുടേതായ കാര്യങ്ങളുണ്ടാവും. അതിലേക്കൊന്നും നമ്മൾ തലയിടേണ്ട ആവശ്യമില്ല. അതൊക്കെ അവരുടെ കുടുംബകാര്യം, ഇവരുടെ കുടുംബകാര്യമാണ്. എന്തായാലും രേണു ജോലി ചെയ്തിട്ട് തന്നെ പൈസ ഉണ്ടാക്കിയ അവളെല്ലാവരെയും നോക്കുന്നുണ്ട്. കിച്ചു എന്നെ പറഞ്ഞു, അമ്മയെ ഞാൻ ആകെ വിളിക്കുന്ന പൈസക്ക് വേണ്ടി മാത്രമാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവൻ്റെ ആവശ്യങ്ങളും എല്ലാം നിറവേറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇതിൽ കണ്ടാൽ മതി എന്നാണ് എനിക്ക് തോന്നിയത്. ഇത്രയും വലിയൊരു ഇഷ്യൂ ആക്കിയ സ്ത്രീയെ രേണുവിനെ വെറുതെ മാനസികമായി, അതുപോലെ തന്നെ കിച്ചുവിനെയും വെറുതെ മാനസികമായി അവരെ അകറ്റാതിരിക്കാൻ ശ്രമിക്കുക. അത്രയും എനിക്ക് പറയാനുള്ളൂ. ജീവിച്ചിരിക്കുന്നവർക്ക് നല്ല അത് മാത്രം പറഞ്ഞു കൊടുക്കുക. എല്ലാവരും അവരെ പരസ്പരം അകറ്റി സന്തോഷിച്ചിട്ട് നമുക്കൊന്നും നേടാനില്ലല്ലോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.